ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിൻ്റെ ഫ്ലോർ മൊത്തം ഗ്രീൻ ഗ്ലാസ് വെച്ച് ഫില്ല് ചെയ്ത് ഒരു ഫോഗി എഫക്റ്റ് കൊണ്ടുവരാൻ പോകണം. അപ്പോൾ അത് അത്ര സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയല്ല. കാരണം നമുക്ക് ഓൾമോസ്റ്റ് 14 ബ്ലോക്സ് മൈൻ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ 1 ബ്ലോക്ക് ഇടവിട്ട് നമ്മൾ ഫില്ല് ചെയ്യണം നമ്മളെ ഗ്ലാസ് വെച്ചിട്ട്. അതൊക്കെ പോയി നമുക്ക് മൈൻ ചെയ്ത് വെറുതെ സ്മെൽറ്റ് ചെയ്ത് വെച്ചാൽ മതി വരെ. പക്ഷേ അത് മാത്രമല്ല, നമുക്ക് ഗ്രീൻ കളറായി കൊടുക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് നമുക്കൊരു മെഗാ കാക്ടസ് ഫാമും ഒരു ബോൺ മീൽ ഫാമും കൂടി നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. ആൻഡ് ഇതൊക്കെ എങ്ങനെ പോകും എന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് പറയാം. ആൻഡ് ലെറ്റ്സ് ഗോ. എന്തായാലും നമുക്ക് നമ്മളെ ഫസ്റ്റ് പരിപാടി തന്നെ തുടങ്ങാം. അപ്പം ആ ഗ്ലാസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക കാക്ടസ് ഫാമൊക്കെ ഉണ്ടാക്കിയാണ്. അപ്പോൾ ഞാനത് തിരിച്ചുണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നൊരു മെഗാ കാക്ടസ് ഫാമും കൂടി ഉണ്ടാക്കാം. കാക്ടസ് ഫാം ഉണ്ടാക്കി അതിത്തെ കാക്ടസ് എടുത്ത് പിന്നെ നമുക്കൊരു ബോൺ മീൽ ഫാം ഉണ്ടാക്കി അതിത്തെ ബോൺ മീൽ എടുത്തിട്ടാണ് നമുക്ക് വൈറ്റ് ഡൈ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഫസ്റ്റത്തെ കാര്യങ്ങളായിട്ട് നമുക്ക് എന്താ നമ്മൾ ഗ്ലാസ് വെക്കേണ്ട സ്ഥലത്ത് ഒരു വലിയ കുഴിയാണ് കുഴിക്കേണ്ടത്. 14 ബ്ലോക്സാണ്, അത്യാവശ്യം ഡീപ്പാണ്. നമുക്ക് ഫസ്റ്റ് ഷവർ എടുത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ പരിപാടി അങ്ങനെ തുടങ്ങാം. എൻ്റെ പൊന്ന്, ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഇതെത്ര ടൈം എടുക്കുന്ന വെച്ചിട്ടാണ്. ഇറ്റ്സ് ഗോൺ ടേക്ക് എ ലോങ് ടൈം. പക്ഷെ എന്നാലും നമ്മൾ ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. വയസ്സ് ഇവിടെ എന്താ അത്രയും ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടൊക്കെയാണ് ഇനി മൈൻ ചെയ്യാനുള്ളത്. ഇവിടെ ഓൾറെഡി ഇത്രയും മൈൻ ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ ഇനി ഇവിടെ എല്ലാം മൈൻ ചെയ്യണം. ഓ മാൻ, നമ്മൾ കറക്റ്റ് ഇവിടെയാണ് ആ പരിപാടി നിർത്താൻ പോണത്. ഇവിടുന്ന് ഇങ്ങനെ ഇവിടെ വരെ വരും. ലെറ്റ്സ് ഗോ മൈനിങ്. ആൻഡ് ആ കംപ്ലീറ്റ് ഡെർട്ടും ഞാൻ അങ്ങ് മൈൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിക്കാക്സ് എടുത്തിട്ട് ഇറങ്ങാം. ഇനി നമുക്ക് ബാക്കിയുള്ള അത്രയും ഇത്രയും നമുക്ക് പിക്കാക്സ് വെച്ചിട്ട് ഇങ്ങനെ മൈൻ ചെയ്തെടുക്കാം. ലെറ്റ്സ് ഗോ. ലെറ്റ്സ് ഗോ. അപ്പം നമ്മൾ ഇതങ്ങ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് കയറി പോകാൻ വേണ്ടി ഉണ്ടാക്കിയാൽ നമ്മൾ അവസാനം നമ്മൾ പൊട്ടിച്ചാളുന്നതായിരിക്കും. ഇനി നമ്മളെ മെയിൻ പണി എന്നല്ല, നമ്മൾ ഗ്ലാസ് കണ്ടുപിടിക്കലും നമ്മളെ മെയിൻ ഫാമുകൾ ഉണ്ടാക്കുകയാണ്. അതാണ് ഏറ്റവും ലൈക്ക് ട്യൂട്ടോറിയൽ നോക്കി ഓരോന്ന് കറക്റ്റായിട്ട് ഉണ്ടാക്കി. എന്താടാ സൗണ്ട്? ഡേയ് മോജാങ്ങി, ഇങ്ങനെയാണോടെ സൗണ്ടെല്ലാം എന്താടാ അത്? വാട്ടെവർ ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പണി അങ്ങ് സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഡെസേർട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി റീസോഴ്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ ബിൽഡ് കാര്യങ്ങളങ്ങനെ തുടങ്ങാം. ഗൈസ് നമ്മൾ ഇവിടെ തന്നെയാണ് നമ്മളെ കാക്ടസ് ഫാം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഓ ഗൈസ്, അവിടെ ഒരു ടെമ്പിൾ കിടക്കണം ഗൈസ്. പൊട്ടിച്ചിറങ്ങാം ഇവിടുന്ന്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സേഫായിട്ടുണ്ട് മൊത്തത്തിൽ. അടുത്ത ടെസ്റ്റിലും ഓക്കെ ഗൈസ്, അടുത്ത ടെസ്റ്റിലും നമുക്ക് പിന്നെ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളാണ് ഇത്. ഗൈസ് നമുക്ക് ഒരു എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇവിടെ നമ്മളെ നെതർ പോർട്ടലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇവിടെ അത്യാവശ്യം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ തന്നെ നമുക്ക് നമ്മളെ ഫാമും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ പോർട്ടലും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി റീസോഴ്സ് ഗ്യാദർ ചെയ്യാം. നമുക്ക് കുറച്ച് സാൻഡ് വേണം, പിന്നെ കുറേ സ്റ്റോൺ വേണം, പിന്നെ നമുക്ക് കാക്ടസും വേണം ഫാം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതങ്ങ് എടുത്തിട്ട് വരാം. നമുക്ക് നമ്മളെ റീസോഴ്സ് കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെയാണ് നമുക്ക് ഇത്ര റീസോഴ്സസ്. ഇത് ലൈക്ക് പെർ ലെയറിന് ഇത്ര റിസോഴ്സുമാണ്. നമ്മളൊരു മെഗാ ഒരു കാക്ടസ് ഫാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ബേസ് ലെയറായിട്ട് നമുക്ക് വേണം. ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകൾക്ക് ഓരോ ലെയർ വെച്ചിട്ട് വെക്കുമ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരു ഒറ്റ ലെയറിന് വേണം. സോ നമ്മളിപ്പോൾ ഒറ്റ ലെയർ ഉണ്ടാക്കുന്നുള്ളൂ തൽക്കാലത്തിന്. നമ്മൾ എന്താ പറയുക ഗ്ലാസും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട്. അതിൻ്റെ ഫ്യൂച്ചറിൽ ഓഫ് ക്യാമറയിൽ എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ആയിക്കോളാം. ഇപ്പോൾ തൽക്കാലത്തിന് നമുക്കിതൊന്ന് ബിൽഡ് ചെയ്യാം. അത് ടൈം ലാപ്സിൽ ഇട്ടായിക്കാൻ നല്ലതല്ലേ.
ഫൈനലി ഞാൻ അതങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സംഭവം ഫാം ഫുള്ള് അങ്ങ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ആൻഡ് ഇതാ നമ്മൾ ഇത്രയും വലിയൊരു മെഗാ ഫാം തന്നെയാണ് ഉണ്ടാക്കിയുള്ളത്. ഓക്കെ, ഇതിൻ്റെ മേൾക്ക് ലെയർ വരും, പക്ഷേ അത് ഫ്യൂച്ചറിൽ നമുക്ക് ഓഫ് ക്യാമറയിൽ നമ്മൾ മേളിൽ ഫുൾ ലെയേഴ്സ് ഉണ്ടായിക്കോളാം. ആൻഡ് അതാണ് നമുക്ക് ഇവിടെ കുറച്ച് നേരം AFK നിൽക്കണം. ആൻഡ് സാൻഡൊക്കെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊക്കെ ഉണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ബോൺമീൽ ഫാം ഉണ്ടാക്കണം, എന്നാലും നമുക്ക് വൈഡായി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് ഇനി നമുക്ക് നേരെ അതിലോട്ട് അങ്ങ് അടക്കാം. ആൻഡ് ബോയ്സ് ഫൈനലി ഞാൻ ഇതങ്ങ് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബോൺമീൽ ഫാം. നമ്മളെ ലൂട്ടെല്ലാം എന്താ ഇവിടെ വന്ന് കിടക്കും. നമ്മുടെ ബോൺമീലെല്ലാം വാട്ട് ബ്രോ ബഗ്ഗാതായിരിക്കും, ബഗ് റോക്ക് എഡിഷൻ അല്ലേ. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിങ്ങനെ വേണമാക്കാം. ആൻഡ് ഇതിങ്ങനെ വേണമാക്കാം. രണ്ടും നല്ല അടിപൊളിയായിട്ട് വർക്കാവേണ്ടത്. അത് വർക്കായില്ലേ? ബ്രേക്കായോ? ഓക്കെ ഇറ്റ് ഈസ് വർക്കിംഗ്. ഓക്കെ, അതും അങ്ങ് വർക്കായി തുടങ്ങി. പെർഫെക്റ്റ്ലി വർക്കിംഗ് ഗൈസ്. അതാ ലൂട്ടും അങ്ങ് വരാൻ തുടങ്ങി. ഞാൻ ഇവിടെ ഇനി കുറേ നേരം AFK നിൽക്കണം. അതേപോലെ തന്നെ നമ്മൾ കാക്ടസ് ഫാമിലി നമുക്ക് കുറേ AFK നിൽക്കണം. ഇവന്മാരടിച്ച് കൊല്ലാൻ വേണം തേങ്ങ. അപ്പോൾ ഞാൻ എന്താ പറയുക, നമ്മൾ ഗ്ലാസ് നല്ല സെറ്റാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ഡബിൾ ചെസ്റ്റും ഒരു ഹാഫ് ചെസ്റ്റും ഒരു നോർമൽ ചെസ്റ്റും ഫുൾ നമ്മളെ ഗ്ലാസ് ഉണ്ട്. നമുക്കിനി നമ്മളെ സാധനങ്ങളെല്ലാം നമുക്ക് നേരെ അങ്ങ് എടുത്ത് നമുക്ക് താഴെ പോയിട്ട് നേരെ അങ്ങ് നമ്മളെ പരിപാടി അങ്ങ് തുടങ്ങാം അല്ലേ. ലെറ്റ്സ് ഗോ. നമുക്ക് ഗ്ലാസ് വെക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയേക്കാം. അങ്ങനെ ഞാനങ്ങ് ഫസ്റ്റത്തെ ലെയർ അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇത്ര ആയി, അടിപൊളിയായി, സെറ്റായിട്ട് സാധനം വരുന്നുണ്ട്. ഇനി ബാക്കിയുള്ള ലെയേഴ്സും കൂടി ഏകദേശം ടോട്ടൽ 7 ലെയേഴ്സാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആ 7 ലെയേഴ്സും അങ്ങ് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ലുക്ക് എന്താവുന്നുള്ളത് നോക്കാം. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ കിടില ലുക്ക്. ഞാൻ കണക്റ്റഡ് ക്ലാസ്സിൽ മോഡ് ഇട്ടുകൊണ്ട് തന്നെ ആ ഒരു ബോർഡേഴ്സ് കാണാത്തതുകൊണ്ട് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും മൊത്തത്തിൽ. ഞാനതങ്ങ് മൊത്തത്തിൽ അങ്ങ് സ്പീഡ് റൺ ചെയ്ത് വരാം. അപ്പോൾ ഗൈസ് നമ്മളെ സംഭവം നൈസിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് എടുക്കാം ഗൈസ്. ഞാനൊന്ന് ഷെയ്ഡർ ഇട്ടിട്ട് കാണിച്ചു തരാം. ആക്ച്വലി ഷെയ്ഡർ ഇട്ടിട്ട് കാണിച്ചു തരാം, കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. ഓ ഗൈസ്, ഷെയ്ഡറും കൂടി ഇട്ടപ്പോൾ സംഭവം മൊത്തത്തിൽ കളറായിട്ടുണ്ട്. ഓൾറെഡി ഫോഗിൻ്റെ മുകളിൽ പിന്നെയും ഫോഗ് ഇട്ട്. ഓക്കെ, അത് കിടിലാണ്. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. കംപ്ലീറ്റ് സാധനം ഉണ്ടാക്കുന്നത് കുറച്ച് സമയമെടുത്തു, കുറച്ച് ദിവസങ്ങളെടുത്തു ആക്ച്വലി പറയുകയാണെങ്കിൽ. അതുകൊണ്ടാണ് വീഡിയോസൊക്കെ വൈകുന്നത്. ഇനിയുള്ള വീഡിയോസൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. കുറേ ദിവസം എടുത്തിട്ട് ഒരു വലിയ പ്രൊജക്റ്റ് അങ്ങ് ചെയ്തിട്ട് ഞാൻ അങ്ങ് വീഡിയോ ഇടും. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. മറ്റേത് ഡെയിലി ഉള്ള വീഡിയോ ഇടുമ്പോൾ കുറച്ച് അത്ര എന്താ പറയുക, സിമ്പിളായിട്ടുള്ള പരിപാടി ആയിരിക്കും തോന്നുന്നു ഓരോ വീഡിയോ ഉണ്ടാക്കുമ്പോൾ. യാ